Today's topic is second order derivatives. Second order derivatives. Consider the function y is equal to f of x. If we differentiate y with respect to x, we get dy by dx. That is f dash x. അതായത് yയെ നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dy by dx അല്ലെങ്കിൽ yയുടെ ഡെറിവേറ്റീവ് കിട്ടും. അതിനെ നമ്മൾ എഫ് ഡാഷ് എക്സ് എന്നും പറയാറുണ്ട്. ഈ dy by dxനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ കിട്ടിയ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒരു പ്രാവശ്യം കൂടെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. It is also denoted by f double dash x or y double dash or y2 etc. അപ്പോൾ ഒരു ഫംഗ്ഷനെ y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന dy by dxനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും. ആ dy by dxനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അത് വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. Okay. First problem, y is equal to x cube plus 3 tan x. Find d square y by dx square. d square y by dx square കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയൊന്നുമില്ല. yയെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx കിട്ടും. ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d square y by dx square കിട്ടും. ശ്രദ്ധിക്കുക, dy by dx. dy by dx is equal to derivative of x cube 3x square plus derivative of 3 tan x 3 into tan x into derivative 6 squared x. Okay, d square y by dx square is the derivative of dy by dx. അതായത് ഈ 3x square plus 3c square xനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് d square y by dx square കിട്ടുക. 3 into derivative of x square is 2x plus 3 into sec x the whole square. sec squared x is sec x the whole square. സ്ക്വയർ ഫംഗ്ഷൻ ആണ് outermost function. അപ്പോൾ x square into 2x into x ആയിട്ട് വിചാരിച്ച sec xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. This is equal to 6x plus 6 sec x into derivative of sec x is sec x tan x. This is equal to 6x plus 6 squared x into tan x. അപ്പോൾ d square y by dx square കിട്ടാൻ ആദ്യം yയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കിട്ടുന്ന dy by dxനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച പ്രോഡക്റ്റ് റൂൾ, കോഷ്യൻ റൂൾ, ചെയിൻ റൂൾ, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഡിഫറൻസിയേഷൻ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ഏത് മെത്തേഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും. രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ. സെക്കൻഡ് പ്രോബ്ലം, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. dy by dx is equal to, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇത് പാരാമെട്രിക് ഫോം ആണ്. ഇവിടെ പാരാമീറ്റർ തീറ്റയാണ്. Therefore dy by dx is dy by d theta divided by dx by d theta. Now y is equal to a into 1 plus cos theta. dy by d theta is equal to a into derivative of 1 is 0 and derivative of cos theta is minus sin theta. Therefore minus a sin theta. And sin theta is 2 sin theta by 2 cos theta by 2. ഈ പ്രോബ്ലം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് പഠിച്ചതാണ്. Now what is x? x is equal to a into theta plus sin theta. dx by d theta is equal to
a into derivative of theta is 1 and derivative of sin theta is cos theta. 1 plus cos theta is 2 cos square theta by 2. Therefore, this is equal to 2a cos square theta by 2. Now, dy by dx is dy by d theta minus 2a sin theta by 2 cos theta by 2 divided by dx by d theta 2a cos square theta by 2. 2a into a cancel ആവും, ഒരു കോസും ക്യാൻസൽ ആവും. പിന്നുള്ളത് മൈനസ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ തീറ്റ ബൈ 2. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. Now d square y by dx square is derivative of dy by dx, that is equal to d by dx of minus tan theta by 2. ഇവിടെ differentiation of a function in theta with respect to x ആണ്. തീറ്റ എന്നിലുള്ള ഒരു ഫംഗ്ഷനെ എക്സ് വെച്ചാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഡി വൈ ബൈ ഡി തീറ്റ ചെയ്തപ്പോഴോ ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്തപ്പോഴോ ആ പ്രശ്നം വന്നില്ലായിരുന്നു. ഡി വൈ ബൈ ഡി തീറ്റ ചെയ്തപ്പോൾ തീറ്റയെ തീറ്റ വെച്ച് തന്നെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അതുപോലെ ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്തപ്പോഴും തീറ്റയിലുള്ള ഒരു ഫംഗ്ഷനെ തീറ്റ വെച്ച് തന്നെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഇവിടെ തീറ്റയിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ടാൻ തീറ്റ ബൈ 2. മൈനസ് പുറത്തെടുത്തു. ടാൻ എക്സിൻ്റെ സിക്സ് സ്ക്വയർഡ് എക്സ് അല്ല തീറ്റ ബൈ 2. എക്സ് ആയിട്ട് വിചാരിച്ച തീറ്റ ബൈ 2വിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി തീറ്റ ബൈ ഡി എക്സ്. തീറ്റ ബൈ 2 ഹാഫ് പുറത്തെടുത്തു. തീറ്റയെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ്. നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് 2a cos square theta by 2. നമുക്ക് വേണ്ടത് ഡി തീറ്റ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഈ 2a cos square theta by 2 ഇന് പകരം 1/2a cos square theta by 2 എന്ന് വരും. ഡി തീറ്റ ബൈ ഡി എക്സ് ഈസ് 1/2a cos square theta by 2. This is equal to minus 1/2a into 2 4a c square theta by 2 into 1 by cos square is sec square. 1 by cos is sec. 1 by cos square theta by 2 is c square theta by 2. This is equal to minus 1/4a sec raised to 2 plus 2 4 theta by 2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തേർഡ് പ്രോബ്ലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷൻ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. y is equal to a cos x plus b sin x. Prove that d square y by dx square plus y is equal to 0. ഇവിടെയും സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. ഒന്നുകൂടെ നീറ്റായിട്ട് എഴുതുന്നു. എ ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ്, that is dy by dx. Now d square y by dx square is d square y by dx square is equal to ഈ dy by dx നെ നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. മൈനസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈസ് കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ്.
ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യനിൽ കോസെക്സിൻ്റെ സൈനക്സിൻ്റെയും പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ മൈനസ് കോമൺ എടുക്കുക. കോമൺ ആണെങ്കിലും അല്ലെങ്കിലും മൈനസ് പുറത്തെടുക്കുക. അപ്പോഴെങ്ങനെ വരുന്നു? എ കോസെക്സ് പ്ലസ് ബി സൈനക്സ്. അങ്ങനെ മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. y ഈസ് ഈക്വൽ ടു എ കോസെക്സ് പ്ലസ് ബി സൈനക്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. ഓക്കെ, ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് വൈ. ദെയർഫോർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ. Fourth problem, y is equal to 3 into 2 e raised to 2x plus 2 into e raised to 3x. Prove that d square y by dx square minus 5 dy by dx plus 6y is equal to 0. Listen, y is given as 3 e raised to 2x plus 2 e raised to 3x. Now, dy by dx is equal to 3 into derivative of e raised to 2x is e raised to 2x into 2 plus 2 e raised to 3x into 3. Derivative of e raised to 3x is e raised to 3x into x ആയിട്ട് എടുത്ത 3xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്തു. നമുക്കിങ്ങനെ കിട്ടി 6 e raised to 2x plus 6 e raised to 3x. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. d square y by dx square is equal to 6 e raised to 2x ന്റെ ഡെറിവേറ്റീവ് 6 into e raised to 2x into 2 plus 6 into derivative of e raised to 3x e raised to 3x into 3. Therefore 12 e raised to 2x plus 6 into 3 18 e raised to 3x. ഇനി നമ്മൾ LHS എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ്. LHS is d square y by dx square minus 5 dy by dx plus 6y. d square y by dx square നമുക്ക് കിട്ടിയിട്ടുണ്ട് 12 e raised to 2x plus 18 e raised to 3x minus 5 into dy by dx കിട്ടിയിരിക്കുന്നത് 6 into e raised to 2x plus 6 into e raised to 3x plus 6y. 6 into y is given as 3 into e raised to 2x plus 2 into e raised to 3x. This is equal to 12 e raised to 2x plus 18 e raised to 3x minus 5 into 6 minus 30 e raised to 2x minus 5 into 6 e raised to 3x minus 30 e raised to 3x plus 6 into 3 e raised to 2x 18 e raised to 2x plus 12 e raised to 3x. Like terms എല്ലാം കൂടെ ആഡ് ചെയ്യാം. 12 e raised to 2x minus 30 e raised to 2x plus 18 e raised to 2x cancel. 18 e raised to 3x minus 30 e raised to 3x plus 12 e raised to 3x 0. Therefore 0 is equal to RHS. Okay. Fifth problem. If y is equal to e raised to a cos inverse x, prove that 1 minus x square d square y by dx square minus x dy by dx minus a square y is equal to 0. Y is equal to e raised to a cos inverse x. dy by dx is equal to, listen, a cos inverse x നെ x ആയിട്ട് അസ്യൂം ചെയ്ത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. e raised to x e raised to cos inverse x into x ആയിട്ട് വിചാരിച്ച എ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. എ ഇൻറ്റു കോസ് ഇൻവേഴ്സിൻ്റെ -1/√(1 മൈനസ് എക്സ് സ്ക്വയർ). നമുക്ക് നീറ്റായിട്ടൊന്ന് എഴുതാം. dy by dx is equal to minus a e raised to a cos inverse x divided by √(1 മൈനസ് എക്സ് സ്ക്വയർ). ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഫ്രാക്ഷൻ വന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഫ്രാക്ഷൻ വന്നാൽ നിങ്ങൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാതെ ഈ ഫ്രാക്ഷൻ കളഞ്ഞിട്ട് വേണം
നിങ്ങൾ d²y/dx² കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഫ്രാക്ഷൻ കളയാൻ വേണ്ടി ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ എക്സ്പ്രഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ ഈസ് √(1 - x²). അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം. ശ്രദ്ധിച്ചേ, √(1 - x² ഇൻറ്റു dy/dx is equal to -a e⁻a cos inverse x by √(1 - x² into √(1 - x²). √(1 - x², √(1 - x²ഉം ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കിയുള്ളത് √(1 - x² into dy/dx is equal to -a e⁻a cos inverse x. ഇനി നമ്മൾ രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. ലെഫ്റ്റ് സൈഡിൽ √(1 - x² ഇൻറ്റു dy/dx ആണ് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് dy/dx ഈസ് d²y/dx² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ dy/dx ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √(1 - x². റൂട്ട് എക്സ് ആയിട്ട് എടുക്കുക. ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ റൂട്ട്, ദെർഫോർ റൂട്ട് എക്സിൻ്റെ 1/2√(1 - x² ഇൻറ്റു എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത 1 - x²ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1ൻ്റെ 0 -x²ൻ്റെ -2x. ദിസ് ഈസ് ഈക്വൽ ടു -a e⁻a cos inverse എക്സിൻ്റെ നേരത്തെ ചെയ്തതുപോലെ തന്നെ -a ഇൻറ്റു e⁻a cos inverse എക്സിൻ്റെത് e⁻a cos inverse x ഇൻറ്റു എക്സ് ആയിട്ട് വിചാരിച്ച a cos inverse എക്സിൻ്റേത് a ഇൻറ്റു cos inverse എക്സിൻ്റെ -1/√(1 - x². ഒന്നും കൂടെ നീറ്റായിട്ട് എഴുതാം. ശ്രദ്ധിക്കുക, √(1 - x² ഇൻറ്റു d²y/dx², 2ഉം 2ഉം ക്യാൻസൽ ആകും. -x/√(1 - x² dy/dx is equal to -a ഇൻറ്റു -1 ഇൻറ്റു a² e⁻a cos inverse x √(1 - x². ഇവിടെ വീണ്ടും ഫ്രാക്ഷൻ വന്നിരിക്കുന്നു. ഡിനോമിനേറ്ററായ √(1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഫ്രാക്ഷൻ കളയുക. ശ്രദ്ധിക്കുക, √(1 - x² ഇൻറ്റു d²y/dx²നെ √(1 - x² ഇൻറ്റു ചെയ്തു. -x dy/dx ഇൻറ്റു √(1 - x²നെ √(1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. a² e⁻a cos inverse x √(1 - x²നെയും 1 - x² √(1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഓരോ ടൈമായിട്ട് √(1 - x² ഇൻറ്റു √(1 - x², 1 - x² d²y/dx², √(1 - x², √(1 - x²ഉം ക്യാൻസൽ ആകുമ്പോൾ -x dy/dx. ഇവിടെയും √(1 - x², √(1 - x²ഉം ക്യാൻസൽ ആകുമ്പോൾ a² ഇൻറ്റു e⁻a cos inverse x. Now listen, a² ഇൻറ്റു e⁻a cos inverse x എന്നാണ് റൈറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട് y is equal to e⁻a cos inverse x. നമുക്കിതിൻ്റെ സ്ഥാനത്ത് a² ഇൻറ്റു y എന്ന് കൊടുക്കാം. Therefore 1 - x² d²y/dx² -x dy/dx. ഇനി ഈ a²y ലെഫ്റ്റിലോട്ട് വരുമ്പോൾ -a²y is equal to 0. ദിസ് ഈസ് ദ റിക്വയർഡ് റിസൾട്ട്. ഒരു പ്രാവശ്യം കൂടെ പറയാം. നമ്മൾ d²y/dx²ൻ്റെ പ്രോബ്ലം ആയിരുന്നു. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ ഫ്രാക്ഷൻ വന്നു. ഫ്രാക്ഷൻ കളയുവാനായി ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഡിഫറൻസിയേഷന് ശേഷവും ഫ്രാക്ഷൻ വന്നു. ഫ്രാക്ഷൻ കളയുവാനായി ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ ലഭിച്ചു. ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ മെത്തേഡ്. ഓക്കെ.